Friends, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിപ്രീസിയേഷൻ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ അക്കൗണ്ടൻസി കഴിഞ്ഞു. ഇനി നമുക്ക് മാത്സിലെ ഒരു പ്രോബ്ലം നോക്കാം. മാത്സ് നോക്കാം. അപ്പോൾ മാത്സിലെ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. നമ്പർ സിസ്റ്റം നോക്കാം. ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ, സൈക്ലിസിറ്റി, ഡിവിസിബിലിറ്റി, റിമൈൻഡേഴ്സ്, പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ നമ്പർ ദാറ്റ് ഡിവൈഡ്സ് അനദർ നമ്പർ കംപ്ലീറ്റ്ലി, അതിനാണ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കംപ്ലീറ്റ്ലി ആയിട്ട് റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 12ൻ്റെ ഫാക്ടേഴ്സാണ് 1, 2, 3, 4, 6, 12. അപ്പോൾ അതിനാണ് ഫാക്ടർ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഓഫ് എ ഇൻറ്റിജർ. നേരെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കില്ല, ആ സംഭവം തന്നെ. HCF എന്ന് പറയുന്നത് ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 2 or more നമ്പേഴ്സ്. ഇപ്പോൾ രണ്ട് നമ്പറിലെ ഏറ്റവും ലാർജസ്റ്റ് ഡിജിറ്റ് കോമൺ മൾട്ടിപ്പിൾ, ഹൈയസ്റ്റ് കോമൺ ഫാക്ടറാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് LCM, ദ സ്മോളസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 or more നമ്പേഴ്സ്. HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് നമ്പർ, LCM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് നമ്പർ. അത് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ്. പിന്നെ ഈ ഒരു ഫോർമുല നോക്കാം, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. HCF A and B, LCM A and B equal to A into B. അപ്പോൾ HCF 12 and 8 6 ആണ്, LCM of 12 and 8 36 ആണ്. അങ്ങനെയെങ്കിൽ 12 into 8 6 into 36 equal to 12 into 18. അതാണ് പറഞ്ഞിട്ടുള്ളത്. HCFൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. HCFും LCMും ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ A into B കിട്ടും. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നെ അതൊരു പുതിയ ടൈമാണ് സൈക്ലിസിറ്റി. നമ്മൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. സൈക്ലിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റിംഗ് പാറ്റേൺ ഇൻ ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ പവർ ഓഫ് എ നമ്പർ. ജസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ പവർ ഓഫ് എ നമ്പർ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ പവേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒരു സൈക്ലിക് പാറ്റേണിലാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2^1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. 2^2 4, 2^3 8, അടുത്തത് 2^4 16, അടുത്തത് 2^5 എന്ന് പറയുന്നുണ്ടെങ്കിൽ 32. അപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺസ് ഡിജിറ്റിൽ നോക്കിയാൽ 2, 4, 8, 6 പിന്നെ 2 ആണ് സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. 2, 4, 8, 6 പിന്നെ 2, 4, 8, 6 എന്നുള്ള പാറ്റേണിലായിരിക്കും പോകുന്നത്. അതിനെയാണ് നമ്മൾ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2ൻ്റെ ടേബിൾ എല്ലാ 4 പവർ കഴിയുമ്പോഴും വീണ്ടും റിപ്പീറ്റ് ആവും. 2, 4, 8, 6 എന്നുള്ളത് റിപ്പീറ്റ് ആവും. അപ്പോൾ ഈ ഒരു ടേബിൾ കാണാതെ പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കുക. പിന്നെ സൈക്ലിസിറ്റി ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, 9, 7, 1 ആയിരിക്കും. അപ്പോൾ 3^1 3, 3^2 9, 3^3 27. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കാൻ നേരത്തെ മനസ്സിലാവും. 3, 9, 7, 1 എന്ന ഫോർമുലയിലായിരിക്കും അത് വർക്കാവുന്നത്. പിന്നെ സൈക്ലിസിറ്റി ഓഫ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4, 6 ആയിരിക്കും. അപ്പോൾ 2 ഡിജിറ്റുകൾ. 5ൻ്റെ എപ്പോഴും 5ലായിരിക്കും എൻഡ് ചെയ്യണത്, 6ൻ്റെ എപ്പോഴും 6ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. പിന്നെ 7ൻ്റെ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7, 9, 3, 1 ആയിരിക്കും. 8ൻ്റെ സൈക്ലിസിറ്റി 8, 4, 2, 6 ആയിരിക്കും. സൈക്ലിസിറ്റി ഓഫ് 9, 9, 1 ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് പഠിച്ചു വെക്കുക. എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഏതൊക്കെ നമ്പറാണ് വരുന്നതെന്നും പഠിച്ചു വെക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലാർജ് പവേഴ്സിൻ്റെ സൈക്ലിസിറ്റി കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ ലാസ്റ്റ് ഡിജിറ്റ്. ഇപ്പോൾ ഒരു പവറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 1ൻ്റെ ഡിജിറ്റ് ആയിരിക്കും. ഇപ്പോൾ 3 ആണെങ്കിൽ 3 ആയിരിക്കും. അപ്പോൾ 3യുടെ പാറ്റേൺ നോക്കാം. അപ്പോൾ 3യുടെ പാറ്റേൺ എപ്പോഴും 3, 9, 7, 1 എന്നുള്ള പാറ്റേൺ ആയിരിക്കും. അപ്പോൾ ഓരോ 4 പാറ്റേൺ കഴിയുമ്പോഴും അത് ചേഞ്ച് ആവും, സൈക്ലിസിറ്റി സെയിം ആവും. എന്നിട്ട് ഇതിപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിൽ നോക്കാം. ഫൈൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 7^23. അപ്പോൾ ഇവിടെ സൈക്ലിസിറ്റി നോക്കാൻ നേരത്ത് ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. അപ്പോൾ 7ൻ്റെ സൈക്കിൾ നോക്കാം. അപ്പോൾ 7ൻ്റെ സൈക്കിളിൽ 7, 9, 3, 1. അപ്പോൾ 4 എണ്ണം ഫോം ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഈ 7^23 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് 23 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. 23 ഡിവൈഡ് ബൈ 4, 23 വീണ്ടും മാറിപ്പോയി. 23 ഡിവൈഡ് ബൈ 4 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 5. ഇവിടെ 20, റിമൈൻഡർ 3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിമൈൻഡർ 3 വരാൻ നേരത്ത് തേർഡ് പൊസിഷൻ നോക്കുക. അപ്പോൾ 7ൻ്റെ തേർഡ് പൊസിഷൻ 7, 9, 3, 1. അപ്പോൾ ഇവിടെയും 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈക്ലിസിറ്റി ഓഫ് 7^23 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്. ഇതുപോലെ തന്നെ അടുത്തും ചെയ്യാം. 2^100. അപ്പോൾ 2യുടെ സൈക്ലിസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 2, 4, 8, 6 എന്നുള്ളതാണ് സൈക്ലിസിറ്റി. അപ്പോൾ 100 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 50. ഓട്ടോമാറ്റിക് അല്ല, 25. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് 0 ആയി പോകും. അപ്പോൾ 0 ഇപ്പോൾ വന്ന നേരത്ത് അതിൻ്റെ റിമൈൻഡർ 0 വരാൻ നേരത്ത് ലാസ്റ്റ് പൊസിഷനാണ് എടുക്കേണ്ടത്. 4th പൊസിഷനാണ് ഇപ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ 4th പൊസിഷൻ 6 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 6 ആണ്.
പിന്നെ ഫൈൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 9⁴45. നമുക്കറിയാം 9ൽ സൈക്ലിസിറ്റി 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ 45 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. 45/2 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ റിമൈൻഡർ 1 ആണ് ഇതിൻ്റെ റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. അപ്പോൾ 9ൻ്റെ സൈക്ലിസിറ്റിയിലെ ഫസ്റ്റ് ഡിജിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 9 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 9⁴45 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ 9 ആണ്. ഇതുപോലെയാണ് സൈക്ലിസിറ്റി കണ്ടെത്തേണ്ടത്. ജസ്റ്റ് നിങ്ങൾ കേൾക്കാൻ നേരത്തെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷേ ജസ്റ്റ് ഈ ടേബിൾ പഠിച്ച് വെച്ചാൽ മതി. ഈ ടേബിൾ പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് നൈസായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. സിമ്പിളാണ്. കാരണം ഈ ടേബിൾ പഠിച്ച് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഉത്തരം എഴുതാൻ പറ്റും. 2 3 4 5 6 7 8 9 പ്ലസ് സൈക്ലിസിറ്റി ഓഫ് 6 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് 6 നമുക്ക് അതായത് ഈ ടേബിൾ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആൻസർ എഴുതാം. അപ്പോൾ എപ്പോഴും മിക്കതും 4 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആ ഓർഡർ പഠിച്ചിരിക്കണം. 7 9 3 1. ഇപ്പോൾ ഇത് ഓർഡർ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് 1 by 1 ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ 7ൻ്റെ സ്ക്വയർ ചെയ്ത് നോക്കേണ്ടി വരും. 7⁻3 7⁻3 7⁻4 ഇങ്ങനെ ചെയ്ത് നോക്കിയാലും നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തതാണ് ഡിവിസിബിലിറ്റിയുടെ റൂൾസ്. പെട്ടെന്ന് ഡിവിസിബിലിറ്റിയുടെ റൂൾസ് കണ്ടെത്താൻ വേണ്ടി 2ൻ്റെ ഡിജിറ്റ് വെച്ച് ഡിവൈസ് ചെയ്യാൻ നേരത്തെ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും ഇവൻ നമ്പർ ആണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ സം ഓഫ് ദി ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ അതിൻ്റെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 36 എന്ന് പറയുമ്പോൾ 3 + 6 9. അപ്പോൾ 9 3യുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അത് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ 4ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഫ്രം എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. ഇപ്പോൾ 4 36 ഈ ലാസ്റ്റത്തെ ഡിജിറ്റ് 4ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. 4ൻ്റെ ഡിജിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5ൻ്റെ 0 അല്ലെങ്കിൽ 5 ലാസ്റ്റ് എൻ്റെ ഡിജിറ്റ് ആയിരിക്കും. 6ൻ്റെ മൾട്ടിപ്പിൾ ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടി ബോത്ത് 2 and 3ൽ ഡിവിസിബിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് 6ൻ്റെ ഇതിനകത്തായിരിക്കും. പിന്നെ ലാസ്റ്റ് 3 ഡിജിറ്റ് ഓഫ് എ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ അത് 8ൻ്റെ സംഖ്യയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ 9ൻ്റെ ആണെങ്കിൽ സം ഓഫ് ദി ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. സം ഓഫ് ദി ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 ആണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ 81 8 + 1 9. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 81 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ 11ൻ്റെ നോക്കുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഓഡ് ആൻഡ് ഇവൻ ഡിജിറ്റ് 0 ഓർ ഡിവിസിബിൾ ബൈ 11. അപ്പോൾ ഇതൊരു സംഭവമാണ്. ഇപ്പോൾ 1 2 3 1 എടുക്കുകയാണ്. എക്സാമ്പിളാണ്. 1 2 3 1 അല്ല 1 2 3 2 1 2 3 2 എടുക്കാം. അപ്പോൾ ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഡിവിസിബിൾ ആണോ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഓഡ് ആൻഡ് ഇവൻ നമ്പർ. അപ്പോൾ ഇവിടെ ഓഡ് നമ്പർ ഇതാണ്. ഇവിടെ സം ഓഫ് ഓഡ് നമ്പർ 3 + 1 4. പിന്നെ ഇത് ഓഡ് നമ്പറും ഇത് ഇവൻ നമ്പറും. അപ്പോൾ രണ്ടും ഡിഫറൻസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഓഡ് ആൻഡ് ഇവൻ നമ്പർ. അപ്പോൾ 2 + 2 4 3 + 1 4. അപ്പോൾ 4 - 4 0 ആണ്. അപ്പോൾ ഈ നമ്പർ 11ൻ്റെ ടേബിളിൽ ഡിവിസിബിൾ ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇരിക്കുക. പിന്നെ റിമൈൻഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം സിസ്റ്റം വരുന്ന സംഖ്യ 25 / 7 gives 4 റിമൈൻഡർ. അത് ഓർത്തിരുന്നാൽ മതി. പിന്നെ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പർ. പ്രൈം നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫാക്ടർ ഉണ്ടാവില്ല. ആ നമ്പറിനെ ആ സംഖ്യ വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 2 3 5 7 11 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. കോമ്പോസിറ്റ് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികമോ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4ൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. പിന്നെ 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ 4 ആണ്. പിന്നെ 1 ഈസ് നെയ്തർ പ്രൈം നമ്പർ ഓർ കോമ്പോസിറ്റ് നമ്പർ. അത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. പിന്നെ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഹോൾ നമ്പേഴ്സ്. പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് 0. ഇതിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റിജേഴ്സിന് പോയിൻറ്റും ഉണ്ടാവില്ല, ഫ്രാക്ഷണൽ ഡെസിമൽ പോയിൻ്റ് ഉണ്ടാവില്ല, ഫ്രാക്ഷണലായിട്ട് എഴുതാൻ പറ്റില്ല. പിന്നെ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓൾ റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 1/2 0.75 p/q ഫോമിനകത്ത് എഴുതാൻ പറ്റും. അതിനാണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റില്ല. ഈ π √2 ഈ ആ എക്സ്പോഷനിലേക്കാണ്. അതിനാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെൻഡിലാകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇറാഷണൽ നമ്പേഴ്സിൻ്റെ നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽസ് ആയിരിക്കും. ഇപ്പോൾ പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ അത് ഇറാഷണൽ നമ്പേഴ്സ് നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിംഗും ആയിരിക്കും. പിന്നെ ഡിവിഷൻ അൽഗോരിതം. ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. A = B × കോയിഷ്യൻ + R. അപ്പോൾ നമ്മളൊരു സംഖ്യ ഇപ്പോൾ 25 ഡിവൈഡ് ബൈ 4 ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് കിട്ടുന്നത് 6 ആണ്. അപ്പോൾ 4 × 6 + 1 റിമൈൻഡർ 1 ആകുമ്പോൾ ആൻസർ കിട്ടുമെന്നാണ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നെ അർത്തമാറ്റിക്കിൻ്റെ ഫണ്ടമെൻ്റൽ തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നമ്പറിനെയും പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് അർത്തമാറ്റിക്കിൻ്റെ തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ തിയറി എന്ന് പറയുന്നത് അതിനാണ്. എവരി ഇൻറ്റിജർ ക്യാൻ ബി യൂണിക്കലി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. അപ്പോൾ 16നെ നമുക്ക് 2 × 2 × 3 × 5 നമുക്ക് എഴുതാൻ പറ്റും. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി.
പിന്നെ ഇത് ജസ്റ്റ് ഒരു ഇക്വേഷൻ പോലെയാണ്. ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്താൻ വേണ്ടി ഓർത്തിരുന്നാൽ മതി. ഇഫ് n ഈക്വൽ ടു p റേസ് ടു a q റേസ് ടു b r റേസ് ടു c ദെൻ ടോട്ടൽ ഫാക്ടേഴ്സ് ഈക്വൽ ടു a പ്ലസ് 1 ഇൻറ്റു b പ്ലസ് 1 ഇൻറ്റു c പ്ലസ് 1 എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഷ്യോ തമ്മിലുള്ള പ്ലസ് 1 ചെയ്ത് ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഫാക്ടേഴ്സ് എത്രയെന്ന് കിട്ടും. അപ്പോൾ 60യുടെ ഫാക്ടർ 2 റേസ് ടു 2 3 റേസ് ടു 1 5 റേസ് ടു 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫാക്ടേഴ്സ് കണ്ടെത്താൻ വേണ്ടി ഇതിൻ്റെ റേഷ്യോൻ്റെ ഒപ്പം 1 കൂട്ടിയാൽ മതി. അപ്പോൾ 2 പ്ലസ് 1 3യുടെ റേഷ്യോ 1 ആണ്, 1 പ്ലസ് 1 5യുടെ റേഷ്യോ 1 ആണ്, 1 പ്ലസ് 1 അപ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 2 അപ്പോൾ 12 ഫാക്ടേഴ്സ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, സിമ്പിളായിട്ട് കണ്ടെത്താം. പിന്നെ അടുത്തതിനകത്താണ് മോഡുലർ അർത്ഥമെറ്റിക് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഈ റൂൾ ഓർത്തിരുന്നാൽ മതി. നമുക്കിപ്പോൾ ഒരു സംഖ്യേന ഇപ്പോൾ ഇത് കണ്ടോ 17 mod 5 ഈക്വൽ 2 എന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 17 ഈസ് ഡിവൈഡ് ബൈ 2 റിമൈൻഡർ 2 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എഴുതാം, 17 ഈക്വൽ ടു 2 mod 5 നമുക്ക് എഴുതാൻ പറ്റും. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. മോഡുലോ ഓപ്പറേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്, മോഡുലർ അർത്ഥമെറ്റിക് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ 25 mod 7 ഈക്വൽ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25നെ 7 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ എപ്പോഴും 4 ആയിരിക്കും. അപ്പോൾ 25 ഈക്വൽ ടു 4 mod 7 ഇങ്ങനെ നമുക്ക് എഴുതാം. ഇപ്പോൾ 15 mod 3 ഈക്വൽ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ വരില്ല. അപ്പോൾ 15 ഈക്വൽ ടു 0 mod 3 നമുക്ക് എഴുതാൻ പറ്റും. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ 15നെ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ മോഡിൻ്റെ സ്ഥലത്ത് എഴുതുക, റിമൈൻഡർ വന്ന സ്ഥലം ഇവിടെ എഴുതുക, അത്ര ഓർത്തിരുന്നാൽ മതി. 25നെ ഡിവൈഡ് ചെയ്യണത് 7 വെച്ച്, അപ്പോൾ അതിൻ്റെ റിമൈൻഡർ വന്നത് 4. അപ്പോൾ 25 ഈക്വൽ ടു 4 mod 7 നമുക്ക് എഴുതാം, അത്ര ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് ആ LCM HCF എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ LCM ഇപ്പോൾ 12ഉം 18ഉം 12. അപ്പോൾ LCM കണ്ടെത്താൻ നേരത്തെ ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടെത്തണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് കണ്ടെത്താം. 2 12ൻ്റെ 6 വീണ്ടും 2 വീണ്ടും 3. അപ്പോൾ ഇവിടെ 2 റേസ് ടു 2 ഇൻറ്റു 3. പിന്നെ അടുത്തത് 18ൻ്റെ ഇതുപോലെ തന്നെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടെത്തുക, ഏറ്റവും ലോവസ്റ്റ് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ 9, അപ്പോൾ ഇവിടെ 3 വീണ്ടും 3. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് 2 റേസ് ടു 2. അപ്പോൾ 2 റേസ് ടു 2 കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് എടുക്കുക, 2 റേസ് ടു 2. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് 3 റേസ് ടു ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇവിടെ 3 റേസ് ടു 3 3 റേസ് ടു 2. അപ്പോൾ ഇതിൻ്റെ സമ്മായിരിക്കും ആൻസർ. അപ്പോൾ 2 റേസ് ടു 2 4 ഇൻറ്റു 9 4 ഇൻറ്റു 9 36. അപ്പോൾ അങ്ങനെ വേണം ആൻസർ കണ്ടെത്താൻ. ഇനി നമുക്ക് HCF എങ്ങനെ കാണാൻ നോക്കാം. HCF ഈ സെയിം മെത്തേഡാണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 24 ഈ സെയിം മെത്തേഡ് തന്നെ ഫാക്ടറൈസേഷൻ ചെയ്യുക. 24ൽ 2ൽ 12 പിന്നെ വീണ്ടും 2 6 വീണ്ടും 3. അപ്പോൾ 2 റേസ് ടു, അപ്പോൾ ഇങ്ങനെ എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. പിന്നെ അടുത്തത് 36 ഇതുപോലെ തന്നെ ചെയ്യുക. 36 2 വെച്ച് ചെയ്യാൻ നേരത്ത് 1 18 വീണ്ടും 2 9 വീണ്ടും 3. അപ്പോൾ ഇതിനെ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് എടുക്കാം. കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ 2 ഇൻറ്റു 2 വന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് 2 ഇൻറ്റു 2. അപ്പോൾ 4 2 ഇൻറ്റു 4. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് 3 ആണ്. അപ്പോൾ ഇൻറ്റു 3 പോയാൽ അപ്പോൾ 4 ഇൻറ്റു 3 12. അപ്പോൾ ഇതിൻ്റെ ആൻസർ 12 ആണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടെത്താം. ഇതിപ്പോൾ HCFൻ്റെ പ്രോബ്ലം ഇങ്ങനെ കൂടുതൽ ചെയ്ത് പോയാൽ മതി. ഇത് ജസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇപ്പോൾ രണ്ടിലും കൂടി കോമൺ ആയിട്ട് വന്നിക്കണം ഫാക്ടർ എടുത്താൽ HCF കിട്ടും. ഇപ്പോൾ ഇങ്ങനെ കിട്ടി നോക്കിയില്ലെങ്കിലും എളുപ്പത്തിന് വേണ്ടി ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടെ 2 റേസ് ടു 2 ഉണ്ട്, 3 റേസ് ടു 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഒരു 3 ഉണ്ട്. അപ്പോൾ ആ 3 എടുക്കുക. പിന്നെ ഇവിടെ 2 റേസ് ടു 2 റേസ് ടു 2ഉം ഇവിടെ 2 റേസ് ടു 3 ആണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 2 റേസ് ടു 2 ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ രണ്ടും കൂടി ഇൻറ്റു ചെയ്താലും കിട്ടും. ഇതാണ് നേരത്തെ ചെയ്തത് 12. പിന്നെ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ സൈക്ലിസിറ്റിയുടെ പ്രോബ്ലമാണ്. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 2 റേസ് ടു 25. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടാണ് 2യുടെ സൈക്ലിസ്റ്റിൽ 4 ഉണ്ട്. അപ്പോൾ 25 ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് റിമൈൻഡർ വന്നത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്ത് നോക്കുക, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. അപ്പോൾ ആൻസറും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്ത് ചോദിക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ഈ സൈക്ലിസിറ്റിയുടെ പ്രോബ്ലം 2-3 ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. HCFും LCM ഒക്കെ കണ്ടെത്താൻ എളുപ്പമാണ്.
അപ്പോൾ ഇത്തരമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. നമ്പർ സിസ്റ്റം കുറച്ച് ലെങ്തി ആയിപ്പോയി, കാരണം കുറച്ച് അധികം ഇതിനകത്ത് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക, സൈക്ലിസിറ്റി ഓർത്ത് നോക്കുക, പിന്നെ ഈ ഒരു റൂൾ ഓർത്ത് നോക്കുക. താങ്ക് യു.